നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എബ്രായലേഖനം 13-ാം അധ്യായം. ഹീബ്രൂസ് ചാപ്റ്റർ 13, എബ്രായലേഖനം 13-ാം അധ്യായം. അതിന്റെ 13-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്നത്. 12-ാമത്തെ വാക്യം, അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിനോ നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെ കുറിച്ച് ദൈവത്തിന്റെ ദാസൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ കാണുവാൻ ഇടയായി തീർന്നത് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തുമായിരിക്കുന്ന ഉത്സവങ്ങൾ, 7 ഉത്സവങ്ങളിൽ ഒരു ഉത്സവമായിരിക്കുന്ന മഹാപാപ പരിഹാര പെരുന്നാൾ, ദ ഡേ ഓഫ് അറ്റോൺമെന്റ്, ആ പർട്ടിക്കുലർ ഡേയിൽ നടക്കുന്നതായിരിക്കുന്ന ഒരു ഉത്സവത്തെയാണ്, ഒരു യാഗത്തെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ആ ഉത്സവത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അവരന്ന് ഒരു യാഗം കഴിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ. യാഗം അവർ കഴിക്കുവാനായിട്ട് ഇടയാകണം. ആ യാഗം അവർ കഴിക്കുമ്പോൾ എന്താണ് അതിന്റെ പ്രത്യേകതകൾ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിന്റെ നിഴലായിട്ട് വേദപുസ്തകം വെളിപ്പെടുത്തപ്പെട്ടതായിരിക്കുന്ന ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലാണ് നാം നിന്ന് ചിന്തിക്കുവാൻ ഇടയാകുന്നത്. ലെവിറ്റിക്കസ് ചാപ്റ്റർ 16. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ പ്രത്യേകമായിരിക്കുന്ന ഒരു ഉത്സവം അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേകമായിരിക്കുന്ന യാഗം നടത്തുവാനായിട്ട് ദൈവം കൽപ്പിച്ചപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതാണ് സമാഗമന കൂടാരമായിട്ട് നിങ്ങൾ കാണുവാൻ സാധിക്കുന്നത്. ദൈവം ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ കൂടെ നടന്നതായ സമയത്ത്, ദൈവം അവരുടെ നടുവിൽ വസിക്കുവാനായിട്ട് ആഗ്രഹിച്ച സമയത്ത് ദൈവം മോശ മുഖാന്തരമായിട്ട് ഉണ്ടാക്കുവാൻ പറഞ്ഞ സമാഗമന കൂടാരമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സമാഗമന കൂടാരമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പ്രത്യേകിച്ച് ഈ സമാഗമന കൂടാരത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് 4 വശങ്ങളും ഒരു വെള്ള കർട്ടനാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ഫ്രണ്ടില് ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. ഇതാണ് മെയിൻ എൻട്രൻസ്. വളരെ വീതിയുള്ള ഒരു വാതിലാണ് ഉള്ളത്. അത് കാര്യം വെളിപ്പെടുത്തുന്നത് അന്യർക്ക് അകത്ത് കടക്കുവാനായിട്ട് സാധ്യമല്ല. എവിടെയെങ്കിലും ഒരു മതിൽ പണിതിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അന്യര് ആയിട്ടുള്ളവര് അകത്ത് കടക്കുവാൻ അനുവാദമില്ലെന്നുള്ളതാണ്. ഏത് മനുഷ്യനും എപ്പോഴും കയറണമെന്നുണ്ടായിരുന്നെങ്കിൽ മതിൽ പണിയേണ്ട ആവശ്യമില്ല. അപ്പോൾ മതിൽ പണിയുന്നതിന്റെ ആവശ്യത എന്ന് പറയുന്നത് അൺഓതറൈസ്ഡ് പേഴ്സൺ, അന്യമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും അകത്ത് കടക്കുവാൻ സാധ്യമല്ല. അപ്പോൾ അനുവദിക്കപ്പെട്ടവർക്ക് മാത്രമേ ഇതിന്റെ അകത്തേക്ക് കടന്നു വരുവാൻ സാധിക്കത്തുള്ളൂ എന്ന് വെളിപ്പെടുത്തുവാനാണ് ഈ വാതില് വെച്ചിരിക്കുന്നത്. ഈ വാതിൽ തുറന്ന് അകത്തേക്ക് കടക്കുമ്പോൾ ആദ്യം കാണുന്നതാണ് താമ്രയാഗപീഠം എന്ന് പറയുന്നത്. ഇവിടെയാണ് യാഗം കഴിക്കുന്നത്. എല്ലാ പുരോഹിതന്മാരും അല്ലെങ്കിൽ സാധാരണപ്പെട്ട ജനങ്ങൾ ഇവിടെ വരെയാണ് കടന്നു വരുന്നത്. അവർ കടന്നു വന്ന് ഇവിടെ വെച്ചാണ് ദൈവത്തിന് യാഗം കഴിക്കുന്നത്. യാഗമൃഗത്തെ കൊണ്ട് ഇവിടെ വെച്ചിട്ട് അവരിവിടുന്ന് യാഗം കഴിച്ചിട്ട് ഇവിടം വരെ മാത്രമേ സാധാരണപ്പെട്ട ഒരു ഇസ്രായേലിന് കടന്നു വരുവാൻ സാധിക്കത്തുള്ളൂ. ഇതിനകത്തേക്ക് കടക്കണമെങ്കിൽ ആ വ്യക്തി പുരോഹിതന്മാരായിരിക്കണം. പുരോഹിതനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ യാഗപീഠത്തിൽ നിന്ന് രക്തവും എടുത്തുകൊണ്ട് ഇവിടെ കടന്നു വരുമ്പോൾ ഇവിടെ കാണുന്ന ഒരു താമ്രത്തൊട്ടിയാണ്, ബ്രേസൺ ലേവർ. ഈ താമ്രത്തൊട്ടിയുടെ ആവശ്യം അതിനകത്ത് വെള്ളം നിറച്ചിട്ടുണ്ട്. പുരോഹിതൻ ഇവിടുന്ന് സമാഗമന കൂടാരത്തിന്റെ അകത്തേക്ക് കടക്കുമ്പോൾ ഇവിടെ വന്ന് കൈയും കാലും വെള്ളം കൊണ്ട് കഴുകിയിട്ട് മാത്രമേ അകത്ത് കടക്കുവാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ അകത്തുനിന്ന് വെളിയിലോട്ട് കടന്നു വരുമ്പോഴും ഇവിടെ വന്ന് കൈയും കാലും കഴുകിയിട്ട് മാത്രമേ വെളിയിൽ കടന്നു വരുവാൻ സാധിക്കത്തുള്ളൂ. ഇതാണ് അതിന്റെ നിയമം. ഇപ്പോൾ അപ്രകാരം കൈയും കാലും കഴുകി അകത്ത് കിടക്കുന്ന പുരോഹിതൻ കടന്നു ചെല്ലുന്ന ഒരു സ്ഥാനമാണ് നെക്സ്റ്റ് ഒരു കർട്ടൻ. ഇതാണ് വാസ്തവത്തിൽ ഒരു കൂടാരം എന്ന് പറയുന്നത്. ഇവിടെയാണ് സ്വർഗ്ഗത്തിലെ ദൈവം വസിക്കുന്നത്. നെക്സ്റ്റ് അതിന്റെ അകത്തെ സൈഡാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പം അതിന്റെ ഒരു വശം നമ്മൾ നോക്കിയാൽ അതിങ്ങനെ ഇരിക്കും ആ കൂടാരത്തിന്റെ ഈ സൈഡ് പ്രധാനമായിട്ടൊരു വാതിലുണ്ട്. അപ്പോൾ ആ വാതിൽ കൂടെ അകത്ത് കിടക്കുന്ന ഇത് കംപ്ലീറ്റ്ലി തടി കൊണ്ട് സ്വർണം കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഓപ്പൺ ആക്കി വെച്ചിരിക്കുക. ഇത് ഓപ്പൺ അല്ല, ആക്ച്വലി ഇത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് പ്ലേസ് ആണ്. ഇത് പൂർണ്ണമായിട്ട് മൂടപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ രക്തവുമായിട്ട് പുരോഹിതൻ കടന്നു വരുമ്പോൾ ആദ്യം കടന്നു വരുന്ന സ്ഥാനം ഇതാണ്. താൻ നേരെ കാണുന്നത് ഇവിടെ കാണുന്നത് പ്രധാനമായിട്ട് നിലവിളക്കാണ് മുൻപിൽ കാണുന്നത്. ആദ്യം ഇതിനകത്ത് വെട്ടം കിട്ടുന്ന ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഇവിടെ കാണുന്നതായിരിക്കുന്ന നിലവിളക്കിൽ കൂടെ മാത്രമേ ഉള്ളൂ. അല്ലാതെ വെട്ടം കിട്ടുവാൻ അവിടെ യാതൊരു മാർഗങ്ങളുമില്ല. ആ ഹോൾ
സ്ഥലത്ത് വെട്ടം കൊടുക്കുന്നത് ഈ നിലവിളക്ക് മാത്രമാണ്. ഈ നിലവിളക്കിന്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചിരിക്കുന്നതാണ് ഒരു മേശ. ആ മേശപ്പുറത്ത് ഏതാണ്ട് 12 അപ്പം, ഇസ്രായേൽ മക്കളുടെ ഓരോ ഗോത്രങ്ങളെയും പ്രതിനിധീകരിക്കത്തക്കവണ്ണം 12 അപ്പം 2 അടുക്കായിട്ട് 6 അപ്പങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ട് മുൻപിലുള്ള ഒന്നാണ് നേരെ കാണുന്നതാണ് ധൂപപീഠം എന്ന് പറയുന്നത്. സാധാരണ പുരോഹിതന്മാര് രാവിലെയും വൈകിട്ടും അകത്ത് വരുമ്പോൾ ഇവിടെ വരെ വന്നിട്ട് ഇവിടുന്ന് ധൂപം കാണിക്കുകയാണ് അവർ ചെയ്യുന്നത്. ധൂപം കാട്ടിയിട്ടാണ് അവർ തിരിച്ച് കടന്നു പോകുന്നത്. അപ്പോൾ സാധാരണപ്പെട്ട ഒരു പുരോഹിതന് ഒരു ദിവസം കടന്നു വരുവാൻ സാധിക്കുന്നത് ഈ ധൂപപീഠത്തിന്റെ മുൻപിൽ വരെ മാത്രമേ പറ്റത്തുള്ളൂ. ഇതിനകത്തോട്ട് ഒരു പുരോഹിതനും കടക്കുവാനായിട്ട് സാധ്യമല്ല. പിന്നീട് ആണ്ടിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതനായിരിക്കുന്ന ഒരു വ്യക്തി ഇതിനകത്തേക്ക് കടക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു കർട്ടൻ കൊണ്ട് മറച്ചിരിക്കുകയാണ്. ഈ കർട്ടൻ തുറന്ന് ഈ വ്യക്തിക്ക് അകത്തേക്ക് കടക്കുവാൻ സാധിക്കും. പക്ഷെങ്കിൽ അത് എങ്ങനെയാണ് സാധിക്കുന്നുള്ളത് ഇന്ന് രാത്രി നമ്മൾ പഠിക്കുന്നതായിരിക്കും. ആ രക്തവുമായിട്ട് കടന്നു വരുമ്പോൾ നേരെ കാണുന്നത് കൃപാസനമാണ്. ഇതാണ് കൃപാസനം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഈ 2 കെരൂബുകളാണ് വെച്ചിരിക്കുന്നത്. ഈ കെരൂബുകളുടെ നടുവിൽ ഇരുന്നു കൊണ്ടാണ് സ്വർഗ്ഗത്തിലെ ദൈവം മോശയോട് ഇസ്രായേൽ മക്കളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ദൈവം വസിക്കുന്ന സ്ഥലമാണിത്. പക്ഷെ ദൈവം വസിക്കുന്ന ഇടത്തിലേക്ക് അവർ കടന്നു വരണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മാത്രമേ അവർക്ക് കടന്നു വരുവാൻ സാധിക്കത്തുള്ളൂ. നെക്സ്റ്റ്, ഇതാണ് താമ്രത്തൊട്ടി, ബ്രേസൺ ഓൾട്ടർ എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെയാണ് സകല മൃഗങ്ങളെയും യാഗം കഴിക്കുന്നത്. അതിന്റെ ചാരം എടുക്കുന്നതിനുള്ള മറ്റൊരു ഇതാണ് താമ്രം കൊണ്ടുണ്ടാക്കിയ ഒരു കൊലപ്പണിയാണ് ഈ പ്രത്യേകമായിരിക്കുന്നത് കാണുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. ഇതാണ് താമ്രത്തൊട്ടി എന്ന് നമ്മൾ മുമ്പേ കണ്ടത്. ഇവിടെയാണ് പുരോഹിതൻ വന്ന് തന്റെ കാലുകൾ വെള്ളം കൊണ്ട് കഴുകി. നിങ്ങൾ മനസ്സിലാക്കണം, സമാഗമന കൂടാരത്തിന്റെ താഴ്ഭാഗം എന്ന് പറയുന്നത് മൊസൈക്കിട്ട തറയല്ല, സാധാരണപ്പെട്ട മണ്ണാണ്. മരുഭൂമിയിലെ മണ്ണാണ് താഴെയുള്ളത്. അതുകൊണ്ട് ഈ കടന്നു പോകുന്ന സമയത്ത് ചവിട്ടുന്ന ഒക്കെ മണ്ണിലാണ്. അപ്പോൾ അതല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ ഇവര് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, അകത്തെ കടക്കുന്ന മുമ്പ് ഈ പ്രത്യേകമായിരിക്കുന്ന താമ്രത്തൊട്ടിയുടെ വെള്ളത്തിൽ തന്റെ കാലുകൾ കഴുകി എന്നിട്ട് വേണം അകത്തേക്ക്. ഇതിനൊക്കെ സ്പിരിച്വൽ മീനിങ് ഉണ്ട്. നമ്മുടെ വിഷയം അതല്ല. നെക്സ്റ്റ്, ഇതാണ് ധൂപപീഠം എന്ന് പറയുന്നത്. ഈ ധൂപപീഠത്തിലാണ് ധൂപം കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സൗരഭ്യവാസന കൊടുക്കുന്നതാണ് ധൂപം എന്ന് പറയുന്നത്. 2 കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന്, ധൂപം എന്ന് പറയുന്നത് പ്രാർത്ഥനയെ ചൂണ്ടിക്കാണിക്കുന്നു. 2, ധൂപം എന്ന് പറയുന്നത് ദൈവത്തിന് സൗരഭ്യവാസന കൊടുക്കുന്ന ഒന്നായിട്ട് കാണുന്നു. ഇത് രണ്ടും അതിനകത്ത് കാണുവാൻ സാധിക്കും. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിന് സൗരഭ്യവാസനയാണ്. ഞാൻ ഈ പ്രത്യേകമായിരിക്കുന്ന നെക്സ്റ്റ് സ്ലൈഡ് കാണിച്ചാൽ, ഇതാണ് നമ്മൾ കണ്ട കൃപാസനം എന്ന് പറയുന്നത്. ഈ കൃപാസനം എന്ന് പറയുന്നത് ഒരു പെട്ടിയാണ്. ഈ പെട്ടിക്കകത്ത് 3 കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, 10 കൽപ്പനകള്, 2 അഹരോന്റെ തളത്ത് വടി, 3 മന്നയിട്ട പൊൻപാത്രം. ഈ 3 കാര്യങ്ങൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് പുറത്ത് ഒരു പാളിയുണ്ട്. ഇത് ആ പെട്ടി അടയ്ക്കാൻ വേണ്ടിയുള്ള ഒരു പാളിയാണ്. പക്ഷെ ഇത് ഉണ്ടാക്കപ്പെട്ടത് പ്യുവർ തങ്കം കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടത്. അതിന്റെ മുകളിലാണ് 2 കെരൂബുകൾ. അപ്പോൾ ഈ കെരൂബുകളുടെ ഇവിടെ നിന്നാണ് സ്വർഗ്ഗത്തിലെ ദൈവം മോശയോട് അരുളി ചെയ്യുവാൻ ഇടയായിത്തീരുന്നത്. ഇതാണ് വിഷയം. നെക്സ്റ്റ്, നമ്മൾ ഇവിടെ കാണുന്നത് മഹാപുരോഹിതന് പ്രധാനമായിട്ട് 2 വസ്ത്രങ്ങളാണ് ധരിക്കുവാനുള്ളത്. ഒന്ന്, 28-ാം അധ്യായത്തിലെ പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്റെ മഹത്വത്തിനും അലങ്കാരത്തിനുമായി വായിച്ചാട്ട് 28-ാം അധ്യായം, എക്സോഡസ് ചാപ്റ്റർ 28 വേഴ്സ് നമ്പർ 2 and 3. മഹത്വത്തിനും അലങ്കാരത്തിനുമായി. അപ്പോൾ അഹരോന് ഉണ്ടാകുന്ന വിശുദ്ധ വസ്ത്രത്തിന്റെ പ്രത്യേകത 2 കാര്യത്തിന്. പർപ്പസ് 2, ഒന്ന് for the glory of God, മഹത്വത്തിന്. 2, അലങ്കാരത്തിന്, as an ornament. അപ്പോൾ ഈ പർട്ടിക്കുലർ വസ്ത്രത്തിന്റെ പ്രത്യേകത, അഹരോൻ എന്നുള്ള മഹാപുരോഹിതനെ ദൈവം തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുമ്പോൾ
ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ട് അഹരോൻ നിൽക്കുന്ന സ്ഥാനത്ത് ദൈവത്തിനും ജനത്തിനും നടുവിൽ നിൽക്കുന്ന അഹരോൻ പുരോഹിതനെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വവും അലങ്കാരവും വെളിപ്പെടുത്തുവാനുള്ള വസ്ത്രമാണ് താഴെ നമ്മൾ കാണുന്നത്. എന്നാൽ ഈ പ്രത്യയമായിരിക്കുന്ന ദിവസം, പാപപരിഹാര ദിവസം, ഇപ്രകാരമുള്ളൊരു വസ്ത്രമല്ല അഹരോന് ധരിക്കുവാൻ ദൈവം കൽപ്പന കൊടുത്തത്. പിന്നീട് എന്താണ് ദൈവം കൽപ്പന കൊടുത്തത്? ലേവിയ പുസ്തകം 16-ാം അധ്യായം, ലെവിറ്റിക്കസ് ചാപ്റ്റർ 16. ലേവിയ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം, വേഴ്സ് 4. അവൻ പഞ്ഞിനൂൽ കൊണ്ട് വിശുദ്ധമായ അങ്കി ധരിച്ച് ദേഹത്തിൽ പഞ്ഞിനൂൽ കൊണ്ടുള്ള കാൽച്ചട്ടയിട്ട് പഞ്ഞിനൂൽ കൊണ്ടുള്ള നടുക്കെട്ട് കെട്ടി താൻ പഞ്ഞിനൂൽ കൊണ്ടുള്ള തൊപ്പിയും വെക്കണം. മനസ്സിലാക്കണം, ആ പർട്ടിക്കുലർ ഡേയില് അഹരോൻ പുരോഹിതൻ ധരിക്കേണ്ടത് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതായിരിക്കുന്ന സ്വർണം കൊണ്ടോ നിർമ്മിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു അലങ്കാര വസ്ത്രമല്ല അന്ന് ധരിക്കേണ്ടത്. പാപപരിഹാര ദിവസം, ദി അറ്റോൺമെന്റ് ഡേയില് അഹരോൻ എന്നുള്ള മഹാപുരോഹിതൻ ധരിക്കേണ്ടത് തന്റെ മഹിമയുടെ വസ്ത്രം മാറ്റിവെച്ചുകൊണ്ട് ഈ വസ്ത്രമാണ് ധരിക്കുവാനായിട്ട് കൽപ്പന കൊടുത്തത്. നിങ്ങൾക്കറിയാം, പഞ്ഞിനൂൽ വെളിപ്പെടുത്തുന്നത് പ്യൂരിറ്റി ആൻഡ് റൈച്ചസ്നെസ്, വിശുദ്ധി. അതാണ് വെള്ള വസ്ത്രത്തിന്റെ പ്രത്യേകത. വെള്ള കളർ പ്രധാനമായിട്ട് 2 കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു. 3 കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു. 1 വിക്ടറി, 2 പീസ് സമാധാനം, 3 പ്യൂരിറ്റി വിശുദ്ധി. അപ്പോൾ വെളുപ്പ് എന്നുള്ള നിറം വെളിപ്പെടുത്തുന്നത് 3 കാര്യങ്ങളെ. 1 വിക്ടറി, ജയത്തെ വെളിപ്പെടുത്തുന്നു. 2 പ്യൂരിറ്റി, നിർമ്മലതയെ വെളിപ്പെടുത്തുന്നു. 3 പീസ്, സമാധാനത്തെ ചൂണ്ടിക്കാണിക്കുന്നു. മുൻപോട്ട് ഞാൻ കടന്നു പോകട്ടെ. അങ്ങനെയെങ്കിൽ നമ്മൾ ഇനി ചിന്തിക്കുവാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത്, ഈ മഹാപാപ പരിഹാര ദിവസം ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു യാഗം എന്നുള്ള കർമ്മമാണോ നമ്മൾ ഇവിടെ കാണുവാൻ പോകുന്നത്. എന്ത് സന്ദർഭത്തിലാണോ ദൈവം ഇങ്ങനൊരു ഉടമ്പടി, ഇങ്ങനൊരു കൽപ്പന കൊടുത്തു എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതിനുവേണ്ടി ലെവിറ്റിക്കസ് ചാപ്റ്റർ 16, ലേവിയ പുസ്തകം 16-ാം അധ്യായം അതിൽ 1-ാമത്തെ വാക്യം, വേഴ്സ് 1. നിങ്ങൾ മനസ്സിലാക്കണം, അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അഹരോന്റെ 2 പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചുപോയി. ഏത് വിഷയത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾക്കറിയാം. ലെവിറ്റിക്കസ് ചാപ്റ്റർ 10, ലേവിയ പുസ്തകം 10-ാം അധ്യായം. തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നിയുമായി അവർ ദൈവ സന്നിധാനത്തിലേക്ക് കടന്നു ചെന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറയുണ്ടായി എന്താണ് അന്യാഗ്നി എന്ന് പറയുന്നത്. ഞാൻ അന്ന് പറയുണ്ടായി, പ്രധാനമായിട്ട് ഈ സമാഗമന കൂടാരത്തിന്റെ തീ സ്വർഗത്തിലെ ദൈവമാണ് കത്തിച്ചത്. മാനുഷികമാർക്ക് തീ അതിനകത്ത് കടന്നു വരുവാൻ സാധ്യമല്ല. സ്വർഗത്തിലെ ദൈവം തീ കത്തിച്ചത് താമ്രയാഗ പീഠത്തിൽ യാഗവസ്തുക്കൾ വെച്ചപ്പോൾ ദൈവത്തിന്റെ മുൻപാകെ മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്ന് ആ താമ്രയാഗ പീഠത്തിന്മേൽ തീ അയക്കുകയായിരുന്നു. അത് സ്വർഗീയമായിരിക്കുന്ന തീയാണോ ദൈവം അയച്ചത്. ഈ തീ കെടുത്തിക്കളയുവാൻ തക്കവണ്ണം ദൈവം അനുവദിക്കുന്നില്ല. പിന്നീട് എന്താണ് ഇതിന് വേണ്ടത്? ഈ തീ വൈകിട്ട് രാത്രിയാകുമ്പോഴത്തേന് ഈ താമ്രയാഗ പീഠം ശുദ്ധീകരിക്കണം, അതിന് ചാരമൊക്കെ എടുത്ത് മാറ്റണം. തുടർന്ന് ചെയ്യുന്നത് അതിന് മുൻപായിട്ട് ഇവിടുന്ന് തീ എടുത്തുകൊണ്ട് ധൂപപീഠത്തില് ധൂപം കാണിക്കുവാനായിട്ട് അത് കത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതിനുശേഷം രാവിലെ സമയത്ത് ധൂപപീഠം തുടയ്ക്കുന്നതിന് മുൻപായിട്ട് ആ തീ വീണ്ടും യാഗപീഠത്തിൽ കടന്നു വരും. അപ്പോൾ യാഗപീഠത്തിൽ ആദ്യം കത്തിക്കൊണ്ടിരുന്ന തീ തന്നെ ആയിരിക്കും തുടർന്ന് അവിടെ കത്തിക്കൊണ്ടേയിരിക്കുന്നത്. എന്നാൽ അഹരോന്റെ പുത്രന്മാർ ചെയ്തതായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്യാഗ്നി. അന്യാഗ്നി എന്ന് പറയുന്നത് ഈ യാഗപീഠത്തിൽ നിന്ന് എടുക്കേണ്ടതായിരിക്കുന്ന തീ അല്ല അവരെടുത്തത്. പിന്നെ അവർ വളരെ ഈസി ആയിട്ട്, വളരെ നിസ്സാരമായിട്ട് ചിന്തിച്ചുകൊണ്ട് എവിടുന്നോ ഒരു തീ എടുത്തുകൊണ്ട് അവര് യാഗപീഠം ധൂപപീഠത്തിന് മുൻപിൽ കടന്നു വരികയാണ്. അവിടെയാണ് സ്വർഗത്തിലെ ദൈവം അവരെ കത്തിക്കുവാനായിട്ട്, ദഹിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ശ്രദ്ധിച്ചോണം, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നതാണോ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ കൽപ്പനയെ മാനുഷികമായിരിക്കുന്ന പ്രമാണങ്ങൾ കൊണ്ട് മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നില്ലേ.
മനുഷ്യൻ ഒരു ഓൾട്ടറേഷൻ വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലേ? ദൈവം ദൈവത്തിന്റെ വചനത്തിൽ അതിന്റെ പവിത്രതയിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യന്റെയും ഒരു കൈപ്പണിയും ദൈവത്തിന് വേണ്ട എന്നുള്ളത് മനസ്സിലാക്കണം, വളരെ ആവശ്യമാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ദൈവത്തിന്റെ പ്രവർത്തനത്തിൽ തന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുവെങ്കിൽ അത് സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദകരമല്ല എന്ന് മാത്രമല്ല, അത് അവന്റെ ജീവിതത്തില് അനുഗ്രഹത്തിന് പകരമായിട്ടോ ശാപത്തിന് കാരണമായി തീരും എന്നുള്ളത് ദൈവത്തിന്റെ വിശുദ്ധ വചനം ശക്തമായിട്ട് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ കയ്യിൽ നിന്നൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ലേ? എന്നാൽ എന്ത് സംഭവിച്ചു? അഹരോന്റെ 2 പുത്രന്മാർ ആ അന്യാഗ്നി കത്തിച്ചുകൊണ്ട് ദഹിച്ചു പോയതായ സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം ഒരു കൽപ്പന കൊടുത്തു. അതുവരെ അഹരോനും അവന്റെ മക്കൾക്കും വിത്തൗട്ട് എനി ഫെയിൽ, യാതൊരു വീഴ്ചയും കൂടാതെ എല്ലാ ദിവസവും അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്നു ചെല്ലാമായിരുന്നു. യാതൊരു മുടക്കും ദൈവം വെച്ചിട്ടില്ല. എന്നാൽ എന്ത് സംഭവിച്ചു? അവ പാപം ചെയ്തപ്പോൾ ദൈവം വ്യവസ്ഥകൾ കൊണ്ടുവച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, മനുഷ്യൻ പാപം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണോ ദൈവം വ്യവസ്ഥകൾ കൊടുക്കുവാൻ ഇടയായിത്തീർന്നതോ? പാപം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ വ്യവസ്ഥകളുടെ കാരണമേ ഇല്ല, വ്യവസ്ഥകളുടെ ആവശ്യമില്ല. എന്നാൽ പാപം പെരുകിക്കൊണ്ടിരുന്നപ്പോൾ അവിടെയാണോ നിയമങ്ങൾ കടന്നു വരുവാൻ കാരണമായി തീർന്നത്? ഈ അഹരോന്റെ മക്കൾ പാപം ചെയ്തപ്പോൾ ദൈവം ഒരു നിയമം കൊണ്ടുവന്നു. എല്ലായ്പ്പോഴും അഹരോനും അവന്റെ മക്കളും സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്നു വരരുത്. പിന്നെ എന്ത് വേണം? ആണ്ടിൽ ഒരിക്കൽ മാത്രം. എന്താണ് ആണ്ടിൽ ഒരിക്കൽ മാത്രം? എല്ലാ ദിവസവും കടന്നു വന്നാൽ കുഴപ്പമെന്ന്, എല്ലാ ദിവസവും കടന്നു വന്നതായിരിക്കണം. അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വലിയ ബഹുമാനം കൊടുക്കാതെ തങ്ങൾക്ക് ബോധിച്ച പ്രകാരമായിട്ട് ചെയ്യുവാനായിട്ട് കാരണമായി തീർന്നത് ഇതായിരിക്കണം അതിന്റെ കാരണം. ചില കാര്യങ്ങൾ അതിന്റെ പവിത്രതയിൽ ചെയ്യണമെങ്കിൽ അതിന് ചില ദിവസങ്ങൾ വിട്ട് ചെയ്യുന്നതായിരിക്കും വളരെ അനുഗ്രഹമായിരിക്കുന്നത്. അല്ല എങ്കിൽ പലപ്പോഴും അതിന്റെ വാല്യൂവിൽ നമുക്ക് ചെയ്യുവാനായിട്ട് സാധ്യമല്ല. അതിന്റെ വില പലപ്പോഴും കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. നിങ്ങൾക്കറിയാം, സാധാരണ മറ്റ് പല ഇടങ്ങളിൽ കമ്മ്യൂണിറ്റി സർവീസ് കൊടുക്കുമ്പോൾ എല്ലാ ആഴ്ചയിലും കമ്മ്യൂണിറ്റി സർവീസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്ത് സംഭവിക്കും? 1-2 ആഴ്ചകൾ കഴിഞ്ഞു വരുമ്പോഴത്തേന് അതിൻ്റെതായിരിക്കുന്ന സീരിയസ്നെസ് നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമ്മൾ ഇത് എടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ ആ തിരുവത്താഴ ശുശ്രൂഷ എന്ന് പറയുന്നത് ഈസി ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമല്ല. പിന്നെയോ മനുഷ്യൻ സ്വയം ശോധന ചെയ്തുകൊണ്ട് ദൈവത്തോടുള്ള ഭയത്തിൽ കൂടെ എടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് മാസത്തിൽ ഒരിക്കലായിട്ട് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുന്നത്. കാരണം എന്നെ അന്ന് ജനം ഒരുക്കത്തോടെ അതിനുവേണ്ടി പ്രിപ്പയർ ആയിട്ട് കടന്നു വരുന്നു. അതാണ് പലപ്പോഴും ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സംഭവിക്കുന്ന ഒരു വീഴ്ച എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഭയമില്ലാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യൻ കടന്നു പോകുന്നതായിട്ട് കാണുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ച് മനുഷ്യന് ഭയമില്ല എങ്കിൽ അതിന്റെ അർത്ഥം അവന്റെ ജീവിതം ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി. ഇത് വെറും ഒരു ചടങ്ങ്, റൊട്ടീൻ പ്രവർത്തനം പ്രവർത്തിക്കുന്നുവെന്ന് മാത്രമേ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ചു ആണ്ടിൽ ഒരിക്കൽ മാത്രം. അത് എന്നാണെന്ന് ദൈവം കൽപ്പിച്ചു. ആ പ്രത്യേകമായിരിക്കുന്ന കൽപ്പനയാണോ 7-ാം മാസം 10-ാം തീയതി. എന്ത് ചെയ്യണം? മഹാപാപ പരിഹാര ദിവസം. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? ആ ദിവസം നമ്മൾ വായിക്കുകയുണ്ടായി, 9-ാം ദിവസം വൈകിട്ട് സമയം മുതൽ 10-ാം തീയതി വൈകിയ സമയം വരെ ഇവരാരും ഒന്നും കഴിക്കുവാൻ ഇടയാകരുത്. ഇവരെല്ലാവരും ഉപവസിക്കുവാൻ കാരണമായി തീരണം. യെശയ്യാപ്രവചനം 58-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ കാണുന്നത് ഉപവാസം എന്ന് പറയുന്നത് അന്യായ ബന്ധനങ്ങളെ അഴിച്ച് നുഖത്തിന്റെ അമക്കയറുകളെ പൊട്ടിച്ച് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം പരിപൂർണമായി മാറ്റി ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ. വിധവയെ കണ്ടാൽ അവളെ തന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും അനാഥന്മാരെ തന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നവരും അതുപോലെ നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ടാണോ അവരുടേതായിരിക്കുന്ന ഈ ഒരു പാപപരിഹാര ദിവസം അവർ കൊണ്ടാടുന്നത് എന്ന് പറഞ്ഞാൽ ആ ദിവസം അവർക്ക് എ ഡേ ഓഫ് റിപ്പൻഡൻസ്, അവരുടെ അനുതാപത്തിന്റെ ഒരു ദിവസമാണ്.
അവർ അനുദപിക്കേണ്ട ഒരു ദിവസമാണ്. ദൈവത്തിന്റെ ദാസൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളെ തന്നെ, നിങ്ങളുടെ വസ്ത്രങ്ങളെ അല്ല. അന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ പർട്ടിക്കുലർ ഡേയില് ഹോൾ ഇസ്രായേലൈറ്റ്സ് തങ്ങളുടേതായിരിക്കുന്ന വസ്ത്രം എടുത്ത് മാറ്റി അതിന് പകരമായിട്ട് ദുഃഖത്തിൻ്റെതായിരിക്കുന്ന വസ്ത്രമാണ് അവർ ധരിക്കുന്നത്. എന്നാൽ എന്ത് സംഭവിച്ചു? അവരുടെ വാസ്തവത്തിൽ അവരുടെ ഉള്ളത്തിൽ ഒരു അനുതാപമില്ലാതെ പുറത്ത് ദുഃഖത്തിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് നടന്നപ്പോഴാണോ പ്രവാചകൻ ഇപ്രകാരം പ്രവചിക്കുവാനിടയായിത്തീർന്നത്, നിങ്ങളുടെ വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുക. ഇവിടെയാണ് അതിനാവശ്യം, ആ വാക്യത്തിന് വാല്യൂ ഉള്ളത്. കാരണം അതൊരു പുറമേ നടക്കുന്ന ഒരു ചട്ടമായി, ഒരു പ്രമാണമായി മാറ്റപ്പെട്ടു. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ഹൃദയത്തിന്റെ അന്തഭാഗത്ത് അനുതാപം കടന്നു വരാതെ അനുദപിക്കുന്നതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ഇവിടെ കർത്തൃദാസന്മാരുടെ മീറ്റിംഗ് തുടങ്ങുമ്പോൾ പറയാറുണ്ട്, എല്ലാവരും ഒരു നിമിഷം ശോധന ചെയ്ത് നിങ്ങളെ തന്നെ, നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് എന്നിട്ട് നിങ്ങൾ ഒരുക്കപ്പെടുക. വാസ്തവത്തിൽ എത്ര പേര് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ കണക്ക് കൊടുക്കേണ്ടതാ. പക്ഷെ ഇവിടെ നിന്ന് ചെയ്യുന്ന ദൈവദാസന്റെ ചുമതലയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇരിക്കുന്ന ജനം തങ്ങളെ തന്നെ താഴ്ത്തി ദൈവത്തിന്റെ അടുക്കിലേക്ക് അവർ കടന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അവർ കടന്നു വരുമ്പോൾ അനുതാപത്തോടുകൂടെ മാത്രമേ ഒരു അനുഗ്രഹം എനിക്കും നിങ്ങൾക്ക് പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. ധൂപപീഠം വെളിപ്പെടുത്തുന്നത് വർഷിപ്പ്, ആരാധന. Altar of incense represents worship. Most holy place, കൃപാസനം വെളിപ്പെടുത്തുന്നത് God's presence. God's presence. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇസ്രായേൽ മക്കളുടെ പാപമുഖാന്തരമായിട്ട് അവരുടേതായിരിക്കുന്ന കോൺഷ്യസ് മനസാക്ഷി കളങ്കപ്പെട്ടു, ആരാധന മുടങ്ങി, ദൈവ സാന്നിധ്യം ഭാരപ്പെടുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇവർ വീണ്ടെടുക്കുവാനിടയായിത്തീരുന്നത്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഒരു ആട്ടുകൊറ്റനുണ്ട്. ആട്ടുകൊറ്റന്റെ പേര് അസസേൽ എന്നാണ്. അസസേൽ, 2 വേർഡുകളാണ് അസസേൽ എന്നുള്ളത് നമ്മൾ കാണുന്നത്, 2 words. ഒന്ന് ASDS, അതിന്റെ അർത്ഥം എ ഗോട്ട്, ആട്ടുകൊറ്റൻ. 2 എസേൽ, ASDL, അതിന്റെ അർത്ഥം ഡിപ്പാർച്ചർ. അത് ഒരുമിച്ച് ചേർത്താൽ ഗോഡ്സ് ഓഫ് ഡിപ്പാർച്ചർ, ഗോഡ് ഓഫ് ഡിപ്പാർച്ചർ, പുറപ്പെടുന്നതായിരിക്കുന്ന ആട്ടുകൊറ്റൻ. ഇംഗ്ലീഷ് ബൈബിളിൽ നിങ്ങൾ വായിക്കുമ്പോൾ അതിന് കൊടുത്തൊരു പേര് സ്കേപ്പ് ഗോഡ്. സ്കേപ്പ് ഗോഡ്. അത് 2 വേർഡാണ് ഒരുമിച്ച് വരുന്നത്. ഒന്ന് എസ്കേപ്പ് പ്ലസ് ഗോഡ്, ദ ഗോഡ് ദാറ്റ് എസ്കേപ്സ്. അപ്പോൾ അസസേൽ എന്ന് പറയുന്നത് പിശാചിന്റെ പേരല്ല. അസസേൽ, ഞാൻ പണ്ട് ചിന്തിച്ചിരുന്നു ഈ അസസേൽ എന്നുള്ളത് പിശാചിന് വേണ്ടി ചെയ്യുന്നതാണ്. അസസേൽ എന്ന് പറയുന്നത് പിശാചിന് വേണ്ടിയുള്ളതല്ല. ഇത് കർത്താവായ യേശുക്രിസ്തു ചെയ്തതായിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. എന്താണ് അസസേലിന് ചീട്ട് വീണ ആട്ടുകൊറ്റനെ ചെയ്യുന്നത്? അതിൻ്റെതായിരിക്കുന്ന ഒരു വാക്യത്തിലേക്ക് കടന്ന് വായിച്ചോട്ട്. അതിന്റെ 21-ാമത്തെ വാക്യം, വേഴ്സ് 21. ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റൻ തലയിൽ അഹരോൻ കൈ 2 വെക്കണം. എന്താ അവിടെ സംഭവിക്കുന്നത്? സിൻ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, പാപത്തെ ഏറ്റുപറയുന്നു. യെസ്. എന്നിട്ട് അതിന്റെ തലയിൽ ചുമത്തി. യെസ്. അതിനെ എങ്ങോട്ട് വിടണം? മരുഭൂമിയിലേക്ക് വിട്ടേക്കണം. അതുകൊണ്ടാണ് ദ ഗോഡ് ദാറ്റ് എസ്കേപ്പ് എന്ന് പറയുന്നത്. വിട്ടുകളയുന്ന ഒരു ആട്ടുകൊറ്റനാ. എന്തുവാ ഇതിന് മുകളിലുള്ളത്? സകല പാപങ്ങളും. ആരുടെ പാപങ്ങൾ? ഇസ്രായേൽ മക്കളുടെ സകല ലംഘനങ്ങൾ, പാപം. എന്തുവാ അതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിനെ മരുഭൂമിയിലേക്ക് വിട്ടുകളഞ്ഞു. ഇത് നിയമിക്കപ്പെട്ട ഒരാളുടെ വശം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ യഹൂദാചാര പാരമ്പര്യം പറയുന്നത് 1 കൊല്ലത്തിന് മുൻപായിട്ട് ഇതിനു വേണ്ടി നിയമിക്കുന്ന ഒരാളെ തെരഞ്ഞെടുക്കും.
നിയമിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഒത്തിരി പ്രിപ്പറേഷൻ ഉണ്ട്. അപ്പോൾ ആ പ്രിപ്പറേഷൻ ചെയ്യത്തക്കവണ്ണം 1 year ബാക്കിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ ആളിനെ തെരഞ്ഞെടുത്ത് ഈ ആളിന്റെ കൈവശമാണ് ഇതിനെ കൊണ്ട് മരുഭൂമിയിലേക്ക് വിട്ടുകളയുക എന്ന് പറഞ്ഞാൽ അത് നെവർ റിട്ടേൺസ്, അത് ഒരിക്കലും മടങ്ങി വരത്തില്ല എന്ന് പറഞ്ഞാൽ എന്തോ ചുമത്തിക്കൊണ്ടാ വിട്ടത്? ഇസ്രായേൽ മക്കളുടെ സകല പാപങ്ങളും ലംഘനങ്ങളും ചുമത്തിക്കൊണ്ടാ വിട്ട എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു കാൽവക്രൂശിൽ ചെയ്തതായിരിക്കുന്ന യാഗത്തിന്റെ 2 പ്രത്യേകത. ഒന്ന്, യേശുക്രിസ്തു എന്ന ഏക യാഗം മുഖാന്തരമായിട്ട് പിതാവിന്റെ അടുക്കിലേക്ക് കടന്നു എന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി നിരപ്പ് പ്രാപിച്ചു. അതാണ് ഈ കൊല്ലപ്പെട്ട ആട്ടുകൊറ്റൻ എന്ന് പറയുന്നത്. കൊല്ലപ്പെട്ട ആട്ടുകൊറ്റൻ എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടി വീണ്ടെടുപ്പ് തന്നതായിരിക്കുന്ന യേശുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം. ആ മരണം കൊണ്ട് സംഭവിച്ചത് എനിക്കും നിങ്ങൾക്കും വീണ്ടെടുപ്പ് സംഭവിച്ചു. എന്നെയും നിങ്ങളെ വീണ്ടെടുത്തു, പാപത്തിൽ നിന്നോ എന്നെ വീണ്ടെടുത്തു. എന്നാൽ രണ്ടാമത്തെ ആട്ടുകൊറ്റന്റെ പ്രത്യേകത, എന്റെ പാപങ്ങൾ ഇനി ഓർക്കാതെ വണ്ണം, എന്റെ പാപങ്ങൾ ഇനിയും ഓർമ്മിക്കാതെ വണ്ണം എന്നേക്കുമായിട്ട് ഒരിക്കലും മടങ്ങി വരാതെ മരുഭൂമിയിലേക്ക് അയച്ചുവിട്ട ആട്ടുകൊറ്റൻ. ഇതാണ് രണ്ടാമത്തെ ആട്ടുകൊറ്റൻ. അതാണ് അസസ്സേൽ. എന്താ അസസ്സേൽ വെളിപ്പെടുത്തുന്നത്? ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ല. എന്തുവാ തിരിച്ചു വരാത്തത്? എന്തുവാ അതിന്മേൽ വെച്ചേക്കുന്നത്? എന്റെ പാപങ്ങൾ ഏറ്റുപറയുന്നു. എന്റെ പാപമാണ് അതിൽ തലയിൽ വെച്ചിരിക്കുന്നത്. എന്റെ പാപമാണ് അതിന്മേൽ ചുമത്തപ്പെട്ടിരിക്കുന്നത്. ആ ചുമത്തപ്പെട്ടതായിരിക്കുന്ന പാപങ്ങൾ വഹിച്ചുകൊണ്ട് ഈ ആട്ടുകൊറ്റൻ മരുഭൂമിയിലേക്ക് കടന്നു പോകുകയാണ്. വീണ്ടും ഒരിക്കൽ പോലും അതിന് ഒരു നിബന്ധനയുണ്ട്. ഈ ആട്ടുകൊറ്റൻ ഒരിക്കൽ പോലും അവരുടെ കൂടാരത്തിലേക്ക് വരാനായിട്ട് സാധ്യമല്ല. അതുപോലെ ഉള്ള ഒരു സ്ഥലത്താണ് ഇതിനെ കൊണ്ടാക്കുന്നത്. അപ്പോൾ ഒരിക്കലും മടങ്ങി ഒരിടത്തേക്ക് അതിനെ കൊണ്ടാക്കുമ്പോൾ അത് മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ നാളുകൾ ഞാൻ ചെയ്തു പോയി എന്റെ സകല പാപങ്ങളെയും സ്വർഗ്ഗത്തിലെ ദൈവം എന്നേക്കും മാറാക്കി ഇനി ഞാനത് ഓർക്കത്തില്ല എന്നുള്ള ദൈവത്തിന്റെ ഒരു വലിയ ഉടമ്പടിയാണ് അസസ്സേൽ എന്നുള്ള ആട്ടുകൊറ്റൽ കൂടെ സംഭവിക്കുന്നത്. 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, യേശു എന്റെ പാപത്തിന് വേണ്ടി കാൽവരിയിൽ മരിച്ചത് കൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ എനിക്ക് ഒരു റിഡംഷൻ, ഒരു റിക്കൺസിലേഷൻ കിട്ടി എന്നുള്ളത്. രണ്ടാമത്തെ വിഷയം അതല്ല. ദൈവത്തിന്റെ ദാസനിപ്രകാരം കർത്താവ് പറയുണ്ടായി, ഞാൻ നിങ്ങളുടെ പാപങ്ങളെ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ട് കളഞ്ഞു. ഞാൻ ആ പാപങ്ങളെ ഇനി മേലാൽ ഓർക്കുകയുമില്ല. അതാണ് അസസ്സേൽ. അതാണ് ദ ഗോഡ് ദാറ്റ് എസ്കേപ്പ്. വീണ്ടെടുക്കപ്പെട്ട വായിക്കപ്പെട്ടതായിരിക്കുന്ന ആട്ടുകൊറ്റൻ എന്റെ പാപങ്ങളെ എന്നേക്കും മറക്കുമാറാക്കി, എന്റെ പാപങ്ങളെ എന്നേക്കും എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ട് ഇനി ഒരിക്കൽ പോലും എന്റെ ജീവിതത്തിൽ കടന്നു വരാതെ വണ്ണം. അതിനകത്ത് വലിയ ആത്മീയ മർമ്മമുണ്ട്. ചുമത്തപ്പെട്ട പാപങ്ങൾ എങ്ങോട്ട് വരാൻ പറ്റത്തില്ല. നമ്മുടെ മേൽ വീണ്ടും കടന്നു വരുവാൻ സാധ്യതയില്ല. അതാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയതെല്ലാം കഴിഞ്ഞു പോയി, ഇതാ സകലതും പുതുതായിരിക്കുന്നു. എല്ലാം പുതുതാക്കപ്പെട്ട ഒരു അനുഭവം. പഴയതെല്ലാം പരിപൂർണമായി മാറ്റപ്പെട്ടത്. ഇനി പഴയത് യാതൊന്നുമില്ല, യാതൊന്നിനും അവകാശമില്ല. എല്ലാം എന്നേക്കുമായിട്ട് മാറ്റപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ നാളുകൾ എന്റെ പാപങ്ങൾ, എന്റെ ജഡത്തിലുമായി ബലഹീനതകൾ എന്റെ യേശു വഹിച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് വിട്ടുകളഞ്ഞിരിക്കുന്നുണ്ട്. ഇനി അതൊരിക്കലും എന്റെ ജീവിതത്തിലേക്ക് അടുക്കാതെ വണ്ണം എന്നെ പരിപൂർണമായിട്ട് ശുദ്ധീകരിക്കുക. ഇതാ ഇവിടുത്തെ വിഷയം. ആട്ടുകൊറ്റൻ, കാളക്കിടാവ്, കൊല്ലപ്പെട്ടതായിരിക്കുന്ന അറുക്കപ്പെട്ടതായിരിക്കുന്ന ആട്ടുകൊറ്റൻ യേശു എനിക്കും നിങ്ങൾക്കും വേണ്ടി വഹിച്ചതായിരിക്കുന്ന കാൽവരി മരണത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ രക്തവും എടുത്തുകൊണ്ട് കടന്നു പോകുന്നതായിരിക്കുന്ന മഹാപുരോഹിതൻ അരുമനാഥനാകുന്ന യേശു തന്റെ സ്വന്തം രക്തവുമായിട്ട് ദൈവത്തിന്റെ കൃപാസനത്തിലേക്ക്, വിശുദ്ധ സ്ഥലത്തിലേക്ക്, സ്വർഗ്ഗത്തിലേക്ക് അടക്കപ്പെട്ടവനാകുന്ന യേശുവിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഐക്യപ്പെട്ടതായിരിക്കും അസസ്സയിൽ നിന്ന് ചീട്ടു വീണ ആട്ടുകൊറ്റൻ എന്റെ സകല പാപങ്ങളും വഹിച്ചുകൊണ്ട് ഇനിയും അത് ഒരിക്കലും ഓർക്കാതെ വണ്ണം എന്നെ വിടുവിച്ച് എന്റെ യേശുവിനെ കാണിക്കുന്നു. ഇത് 3 ഈ കാര്യങ്ങളാണ് ചെയ്യുന്നത്. യേശു മഹാപുരോഹിതനാകുന്ന അഹരോന്റെ നിഴൽ, മഹാപുരോഹിതനാകുന്ന അഹരോൻ യേശുവിന്റെ നിഴൽ, ആട്ടുകൊറ്റൻ യേശുവിന്റെ യാഗത്തിന്റെ നിഴൽ, കാളക്കിടാവ്
യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ നിഴൽ അയക്കപ്പെട്ടതായിരിക്കുന്ന ആട്ടുകൊറ്റൻ, അസസ്യയിൽ നിന്ന് ചീറ്റു വീണ ആട്ടുകൊറ്റൻ എൻ്റെ പാവം വഹിച്ചുകൊണ്ട് എന്നേക്കുമായിട്ട് എന്നിൽ നിന്ന് മാറ്റിയതായിരിക്കുന്ന അരുമനാഥനാകുന്ന യേശു. ഇതവരെങ്ങനെ ചെയ്യണം? ഇത് ചെയ്യുവാൻ ദൈവം കൽപ്പിച്ചത് അവരുടെ സകലവിധമായിരിക്കുന്ന അനുതാപത്തോടുകൂടെ, വളരെ നിലവിളിയോടുകൂടെ. അന്നത്തെ ദിവസം ഒരു മനുഷ്യന്റെ വീട്ടിൽ തീ കത്തുവാൻ പോലും സാധ്യമല്ല. ഒരു മനുഷ്യനും ഒരു വേലയ്ക്ക് പോകുവാൻ സാധ്യമല്ല. ഒരു മനുഷ്യനും യാതൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. അവർ ദേശം പൂർണ്ണമായിട്ടിരുന്നു കൊണ്ട് 7-ാം മാസം 10-ാം തീയതി 9-ാം തീയതി വൈകിട്ട് മുതൽ മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നുപോയി ആ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വരുന്നത് വരെ ദൈവത്തിൻ്റെതായിരിക്കുന്ന വിശുദ്ധി അവരുടെ നടുവിൽ, അവരുടെ അശുദ്ധിയുടെ നടുവിൽ വസിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട്, ആ അശുദ്ധിയുടെ നടുവിലാണ് ദൈവത്തിന്റെ വിശുദ്ധി വസിക്കുന്നത് മനസ്സിലാക്കി, ആ വിശുദ്ധിക്ക് വേണ്ടി ഒരു നിരപ്പ്, ഒരു യാഗം ആവശ്യമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് മനസ്സിലാക്കി, അതിന് വളരെ ഒരുക്കത്തോടുകൂടെ അവരെ യാഗം കഴിക്കുക. എത്രമാത്രം പ്രിപ്പറേറ്റഡാണെന്നറിയാമോ? ഞാൻ പറഞ്ഞു വന്ന ചുരുക്കമായിട്ട് അങ്ങ് കാര്യം കഴിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കാനാ പെട്ടെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു നിർത്തിയത്. പക്ഷെങ്കിൽ ഇതിൻ്റെ പിൻപിൽ അവർ ചെയ്യുന്നതായിരിക്കും പ്രിപ്പറേഷൻ. അത് ഭയങ്കര ഒരു പ്രിപ്പറേഷനാണ്. ആ പ്രിപ്പറേഷൻ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഉപവാസം അവർക്ക് ഒരു നാമധേയമായിരിക്കും ഉപവാസമായി മാറി, ഒരു റൊട്ടീനായി മാറി. ഈ ഉപവാസം അവർക്ക് ദൈവം ആഗ്രഹിച്ച വ്യവസ്ഥയിൽ നിന്ന് മാറ്റപ്പെട്ടു. അവരുടെ ഉപവാസത്തിന്, ലാമെന്റേഷന്റെ വസ്ത്രത്തിന് ഒരു മാറ്റം വന്നു. വസ്ത്രം അവർ ധരിക്കേണ്ടതാ, പക്ഷെങ്കിൽ അകത്തൊന്ന് കീറിയിട്ടാണ് പുറത്തൊരു വസ്ത്രം ധരിക്കേണ്ടത്. പക്ഷെ ഇപ്പോൾ അവർ വസ്ത്രം ധരിക്കുന്ന പുറത്ത് വസ്ത്രമുണ്ട്, അകം കീറിയിട്ടില്ല. സ്വർഗത്തിലെ ദൈവം നോക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞേ, നിന്റെ അകം കീറിയിട്ടാ പുറമൊന്ന് വസ്ത്രം ധരിക്കേണ്ടത്. ഇന്ന് രാത്രി ഈ വചനം കൂടി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുവാൻ പോകുക. അകമൊന്ന് കീറിയിട്ടാ പുറത്തൊരു വസ്ത്രം ധരിക്കേണ്ടത്. അകത്തൊരു അനുതാപം കടന്നു വന്നിട്ടാ പുറത്ത് അനുതാപത്തിന്റെ വെളിപ്പാടുണ്ടാകേണ്ടത്. അകത്തൊരു അനുതാപമുണ്ടെങ്കിൽ പുറത്ത് അനുതാപത്തിന് ലക്ഷണമുണ്ടാകും. അകത്ത് അനുതാപമില്ലെങ്കിൽ പുറത്ത് അനുതാപത്തിന് ലക്ഷണങ്ങൾ ഉണ്ടാകത്തില്ല. താഴ്മ എന്ന് പറയുന്നത് ഒരു നിമിഷം കൊണ്ട് ലഭിക്കുന്ന കാര്യമല്ല. സൗമ്യത എന്ന് പറയുന്നത് ഒരു നിമിഷം കൊണ്ട് ലഭിക്കുന്ന കാര്യമല്ല. ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുന്നത് കൊണ്ട്, ദൈവത്തിന്റെ പാദപിടങ്ങൾ തങ്ങളെ തന്നെ താഴ്ത്തുന്നത് കൊണ്ട്, ദൈവ സാന്നിധ്യത്തിൽ ചെന്നിരുന്നുകൊണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് അവർ പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ദൈവമേ, നിന്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ പോലും ഞങ്ങൾക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെ തന്നെ ദൈവസനയിൽ താഴ്ത്തുന്ന താഴ്മയാണ് പുറം ലോകത്തിന് മുൻപാകെ അവരുടെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുന്ന താഴ്മ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതാണ്. എന്തെങ്കിലും നടക്കണമെങ്കിൽ ആദ്യം ഉള്ളിൻ്റെ ആഴത്തിൽ നടക്കണം, ഉള്ളത്തിന്റെ ഉള്ളിൽ നടക്കണം. ഉള്ളത്തിന്റെ ഉള്ളിലാണ് മാറ്റം വരേണ്ടത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ തിരുവചനം കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് വരെ ആ മാറ്റങ്ങൾ കടന്നു വന്നിട്ടില്ല എങ്കിൽ യേശുക്രിസ്തുവിനെ ഏകയാഗത്തെ ഒന്ന് കണ്ടുകൊണ്ട് ഒന്ന് പറയാമോ, എൻ്റെ കർത്താവേ, ഞാനിതാ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ ഉള്ളങ്ങളെ കീറിക്കൊണ്ട്, എൻ്റെ ഹൃദയങ്ങളെ ഒന്ന് കീറിക്കൊണ്ട് ഞാൻ നിന്റെ അടുക്കിലേക്ക് കടന്നു വരിക. അങ്ങയുടെ രക്തം കൊണ്ട് എന്നെ പരിപൂർണമായിട്ട് കഴുകണം. എല്ലാ കണ്ണുകളും ശാന്തമായിട്ട് അടയട്ടെ. എല്ലാ കണ്ണുകളും ശാന്തമായിട്ട് അടച്ചുകൊണ്ട് എല്ലാവരും ഒരു നിമിഷം സ്വയം ആശോധനയോട് പ്രാർത്ഥിച്ചാട്ട് അരുമനാഥരാകുന്ന യേശു ഒന്ന് കണ്ടാട്ട് ആ കാളക്കിടാവിന്റെ രക്തമെടുത്ത്, ആട്ടുകൊട്ടിന്റെ രക്തമെടുത്ത് അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്നുപോയി ദൈവത്തിന്റെ കൃപാസനത്തിന് മുൻപിൽ കടന്നു എന്ന് ആ കൃപാസനം തനിക്ക് കാണുവാൻ പോലും സാധ്യമല്ല. അത് മുഴുവൻ ധൂപം കൊണ്ട്, പുക കൊണ്ട് നിറയപ്പെട്ടിരിക്കുക. ഒരു മേഘം പോലെ ആക്കപ്പെട്ടവിടെ നിൽക്കുക. അതിന്റെ മുൻപിൽ കടന്നു എന്നിട്ട് തനിക്കറിയാം കൃപാസനം അവിടെയായി ഇരിക്കുന്നറിയുക. അത് ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്റെ രക്തം, ആ ആട്ടുകുട്ടന്മാരുടെ കാളക്കിടാവിന്റെ രക്തം അതിന്മേൽ തളിക്കുക, കൃപാസനത്തിന്മേൽ തളിക്കുക. നിങ്ങളത് മനസ്സിലാക്കണം. ഇതാണ് കൃപാസനം, ഒരു ന്യായാസനം, ഒരു കൃപാസനമായത്. ആരോന്റെ 2 മക്കൾ മരിക്കുന്ന സമയത്ത് അതൊരു കൃപാസനമായിരുന്നില്ല, അതൊരു ന്യായാസനമായിരുന്നു. കാരണം
ദൈവം അവിടെ യാതൊരു കൃപയും അവരോട് കാണിച്ചില്ല, യാതൊരു ദയയും അവരോട് കാണിച്ചില്ല. ദൈവം തന്റെ നീതിക്കനുസരണമായിട്ട് നീതിയോടുകൂടെ ന്യായം വിധിച്ചതാണോ അഹരോന് 2 മക്കൾ മരിക്കുവാൻ ഇടയായിട്ടിരുന്നത്. ദൈവം അല്പമെങ്കിലും കൃപ കാണിക്കുവാൻ ഇടയായിരുന്നുവെങ്കിൽ അവന്റെ അപ്പനെ, ആ മരിച്ചവരുടെ അപ്പനെ ഒന്ന് ഓർത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ദൈവത്തിന് രക്ഷിക്കാമായിരുന്നു. ദൈവം അത് കണ്ട് രക്ഷിച്ചിട്ടില്ല. ഇന്ന് രാത്രി ദൈവത്തിൽ തിരുവചനം കേൾക്കുന്നവരെ ഓർപ്പിക്കട്ടെ, പിതാവിന്റെയോ മാതാവിന്റെയോ വിശുദ്ധി, പിതാവിന്റെയോ മാതാവിന്റെയോ ദൈവമായിരിക്കുന്ന ബന്ധം അതുകൊണ്ട് രക്ഷപ്പെടാമെന്ന് ചിന്തിക്കരുത്. അഹരോന്റെ 2 മക്കൾ അങ്ങനെ ഉണ്ടായിരുന്നു, മരിക്കയില്ലായിരുന്നു. അവർ മരിക്കുവാൻ കാരണം അവരുടേതായിരിക്കുന്ന വിശുദ്ധിയാണ് സ്വർഗത്തിലെ ദൈവം എക്സ്പെക്ട് ചെയ്തത്. അതുകൊണ്ട് നോത്തോണേ, എന്റെ വിശുദ്ധിയാണ് ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരുടെ വിശുദ്ധിയുടെ തണലില് എനിക്കും നിങ്ങൾക്ക് നിൽക്കുവാൻ സാധ്യമല്ല. ദൈവം ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഞാൻ എത്രമാത്രം വിശുദ്ധനായിരിക്കുന്നു എന്ന് സ്വർഗത്തിലെ ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്നു. ആ വിശുദ്ധിയുടെ അടുക്കിലേക്ക് കടന്നു വന്നിട്ടില്ല. ഇന്ന് രാത്രി യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് പറയൂ, കർത്താവേ എനിക്ക് വേണ്ടി നീ കാൽവഴിയിൽ മരിച്ചു, ആ മരണത്തെ ഞാനിത് ഓർക്കുന്നു കർത്താവേ, എനിക്ക് വേണ്ടി രക്തം അവിടുന്ന് ചിന്നി. എന്റെ കർത്താവേ സ്തോത്രം, ആട്ടുകെട്ടന്മാരുടെ കാളക്കിടാവിന്റെ രക്തമല്ല, എന്റെ അരുമനാഥന്റെ രക്തം തന്നെ എനിക്ക് വേണ്ടി നൽകപ്പെട്ടു. കർത്താവേ ആ രക്തവുമായിട്ട് പിതാവിന്റെ അടുക്കലേക്ക് കടന്നു ചെന്ന് പിതാവിന്റെ അടുക്കൽ പിതാവിന്റെ കൃപാസനത്തില് എനിക്കും നിങ്ങൾക്ക് വേണ്ടി അതിനു വേണ്ടി നിയമ റെക്കൺസിലിയേഷൻ നിലപ്പെടുത്തുമെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് പറഞ്ഞാൽ, കർത്താവേ ഞാനത് വിശ്വസിക്കുന്നു, കർത്താവേ ഞാനത് വിശ്വസിക്കുന്നു.